ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി തലകറങ്ങി വീഴുമ്പോഴേക്കും അഞ്ജലി ബഹളം ഉണ്ടാക്കുവാണ്. ശ്യാമേട്ടാ കുഞ്ഞ ഓടി വാ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അശ്വിൻ ശ്രുതിയുടെ തൊട്ടടുത്ത് ഈ കട്ടിലിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി ശ്രുതി കണ്ണ് തുറക്ക് ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. കുറച്ച് വെള്ളം എടുത്ത് തളിക്കുന്നുണ്ടെങ്കിലും ആദ്യം ശ്രുതി കണ്ണ് തുറക്കില്ല കേട്ടോ. പിന്നീട് പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അശ്വിൻ പറയുന്നത്, ചേച്ചി ആ ഫോൺ കൊണ്ട് തന്നെ ഡോക്ടറെ വിളിക്കണം എന്ന് പറയുകയാണ്. ആ ശരി 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 കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഫോൺ നമ്മുടെ അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പക്ഷേ അശ്വിൻ്റെ കെയറിങ് കാണുമ്പോൾ അഞ്ജലിക്കും മുത്തശ്ശിക്കും ചിരി വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി കൈ ഇങ്ങനെ മാറ്റുവാണ് ഫോണിൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട സർ, ഡോക്ടറൊന്നും വിളിക്കണ്ട, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ടും താൻ ഓക്കെയാണോ? ഓക്കെയാണ് സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ആ എന്തായാലും പൂജയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ ഇപ്പോൾ വന്നോളാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിന് ശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയാലോ മോളെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, വേണ്ട വേണ്ട ശ്രുതി നീ അവസ്ഥയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, അവൾ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത വായിക്കുക അശ്വിൻ പറയുന്നുണ്ട്, അതെ അതെ ശ്രുതിനെ കൊണ്ടുപോകുന്നു വേണ്ട, അവൾ ഇവിടെ കിടന്നോട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ. അശ്വിൻ്റെ റൂമാണത്, അവിടെ കിടന്നോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അഞ്ജലിക്ക് ചിരി വരുവാണ്. ശ്രുതി പറയണ്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ റെഡി ആയിട്ട് വരാമേ എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ നടന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുവാണ്. അശ്വിൻ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനോട് ശ്രുതി ചോദിക്കേണ്ട, സത്യം പറ, ആ വള വാങ്ങിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്നൊന്നും മിണ്ടാതെ പ്രീതിനെ വിളിക്കുവാണ്. പ്രീതി ഒന്ന് ശ്രുതിയുടെ അടുത്ത് ഇരിക്കാവോ, ഇവളൊന്ന് ഓക്കെ ആവണവരെ നിലത്തിറങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ, കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കരുതെന്ന് പറയാണ്. ശരി ശരിയെന്ന് പ്രീതി പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. പോണ സമയത്ത് ശ്രുതിനെ ഒന്നും കൂടി നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന ശ്യാമിനെയാണ് കേട്ടോ. ശ്യാം എങ്ങനെയെങ്കിലൊക്കെ അഞ്ജലിനെ ഇല്ലാതാക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുവാണ്. അങ്ങനെ അഞ്ജലി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അഞ്ജലി മാത്രമാണ് അമ്പലത്തിൽ പോകുന്നത്. ആ സമയത്ത് അഞ്ജലിയുടെ കാറിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ബ്രേക്ക് കളയും കേട്ടോ നമ്മുടെ ശ്യാം. ആ സമയത്ത് അഞ്ജലി അവിടെയൊക്കെ ശ്യാമിനെ അന്വേഷിക്കുന്നുണ്ട്. ശ്യാമേട്ടാ എന്ന് പറഞ്ഞിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ശ്യാമിനെ അവിടെ ഒന്നും കാണുന്നില്ല. അഞ്ജലി ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ കാറിൻ്റെ അടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്യാം ഫോൺ കട്ട് ചെയ്തിട്ട് ഒന്നടുത്ത് പോലെ കാറിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. ആ അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും, അല്ല ശ്യാമേട്ടൻ ഇത് എവിടെയായിരുന്നു, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം ശ്യാം ഒരു റോസാപ്പൂ അഞ്ജലിയുടെ നേരെ നീട്ടുന്നുണ്ട്. ഇതെന്താ, ഇതെനിക്കാണോ? പിന്നല്ലാതെ ഇത് നിനക്ക് ഞാൻ തരുന്ന സ്നേഹ സമ്മാനമാണ്. എൻ്റെ ഒരു മാപ്പപേക്ഷയായിട്ട് വിചാരിക്കാം, ഒരു ബൈ ബൈ ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. ഇതെന്തൊക്കെയാണ് ശ്യാമേട്ടായി പറയണത്? അപ്പോൾ ശ്യാമേട്ടൻ എന്നെ വിട്ട് പോകാൻ പോവാണോ? എന്തൊക്കെയാണ് ഈ പറയണത്? നീ അമ്പലത്തിൽ പോകാൻ പോവല്ലേ, അതുകൊണ്ട് ഞാൻ നീ പോകുവാണെന്നൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. ശരി എന്ന് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി വണ്ടിയിലേക്ക് കയറുവാണ്. വണ്ടിയിലേക്ക് കയറുന്ന അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജലി വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് ശ്യാമാണെങ്കിൽ, അതെ നീ അമ്പലത്തിൽ പോയിക്കോ രാജകുമാരി, നിനക്കിന് ദൈവത്തെ നേരിട്ട് കാണാലോ മുകളിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്കില്ലാത്ത വണ്ടിയിൽ അഞ്ജലി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കണത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലാണ്. ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ അമ്മ, എൻ്റെ ഈശ്വര, ഇതുവരെ കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സ് വന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതായത് കല്യാണ ദിവസമായിട്ട് രാവിലത്തെ സംഭവമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവരിതുവരെ കൊണ്ടുവന്നില്ലല്ലോ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ആദ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സ് ഇതുവരെ കൊണ്ടുപോയിട്ടില്ലേ, ആര് കൊണ്ടുപോയി കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് എടുത്ത വായിക്ക് പറയണ്ട, അയ്യോ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്, നീ ഇവിടെ അലങ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിക്കോ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സ്, അതായത് പ്രീതിയുടെ ഡ്രസ്സുകളെല്ലാം തന്നെ അശ്വിൻ കാറിലേക്ക് കയറ്റുമായിട്ടോ. അങ്ങനെ ശ്രുതിനെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോണത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്കാണ്. അവിടെ അശ്വിൻ ഡ്രസ്സുകളായിട്ട് വരുമ്പോഴേക്കും അമ്മായി ഞെട്ടിപ്പോവുകയാണ്. ദേ പ്രീതിക്കുള്ള ഡ്രസ്സ് വന്നല്ലോ, ഇതെന്താ അശ്വിൻ സാർ തന്നെ നേരിട്ട് വന്നത് എന്ന് പറയുമ്പോഴേക്കും, എന്തായാലും ഡ്രസ്സ് തരാൻ വന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ ഇവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കണ്ടേ, എന്താ എന്താ ആരെങ്കിലും തിരയുവാണോ, ആരെങ്കിലും നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അമ്മായി അവിടുത്തെ ഒരാളോട് പറയുന്നുണ്ട്, അയ്യോ പുറത്തെ കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ട് ശ്രുതി, അവിടെ കൊണ്ടുപോയി കൊടുക്ക് എന്നൊക്കെ അവിടുത്തെ ഒരാൾക്ക് പറയാട്ടോ. അത് കേൾക്കണത് അശ്വിനെ മനസ്സിലാവുന്നുണ്ട്, ശ്രുതി പുറത്തുണ്ടെന്ന്. ശരി എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അമ്മ പറയണ്ട, അയ്യോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശേഷം പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ശ്രുതി അവിടെ ഭയങ്കര പണിയിലാട്ടോ. വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള തിരക്കാണ് ശ്രുതി. അപ്പോൾ അതിനുള്ള ഇലയും കാര്യങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ വരുമ്പോൾ തന്നെ ശ്രുതിയുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടുവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നുണ്ട്. അശ്വിനെ കാണുന്ന ശ്രുതി പരസ്പര ബന്ധമില്ലാതെ ഇലകളിങ്ങനെ കഴുകി ഒരു പശു ഉണ്ടാവും കേട്ടോ അവിടെ. അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ചെയ്യണതൊക്കെ. ആ പശുവിൻ്റെ വായിലേക്കാണ് ഈ വാഴയുടെ ഈ ഇലയെല്ലാം വെച്ച് കൊടുക്കുന്നത്. പശു നന്നായിട്ട് വാഴയുടെ ഇലയെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോഴേക്കും, അയ്യോ
അയ്യോ ഇതെവിടെ നിന്ന് വന്നു, ഈ പശു ഈ ഗോമാത ഇത് എവിടെ നിന്ന് വന്നു, ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും, വന്നവർക്കൊക്കെ എന്തെല്ലാം ഫുഡ് കൊടുക്കും, എല്ലാത്തിനും കാരണം നിങ്ങളാണ്. ഞാനോ, ഞാനെന്ത് ചെയ്യുന്ന ശ്രുതി നീ പറയണത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അതൊന്നൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും, ഇലയെല്ലാം പശു തിന്നല്ലോ, അത് നിനക്ക് നോട്ടില്ലാണ്ട് നീ ചെയ്തിട്ടല്ലേ, ഈശ്വര ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടീഷ്ണ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയണ്ട, അതൊരു കാര്യം ചെയ്യും, പ്ലേറ്റിൽ വിളമ്പി കൊടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട, അതെ നിങ്ങളെ പോലുള്ള ഒരു പ്ലേറ്റും അതുപോലെ ടീസ്പൂണും വെച്ച് ഉപയോഗിച്ച് കഴിക്കണത് ഈ പരിപാടിക്ക്, അതായത് കല്യാണത്തിൻ്റെ പരിപാടിക്ക് കുറച്ച് ആചാരമോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇലയിൽ വേണം സദ്യയും അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇലക്ക് ഞാനിപ്പോൾ എവിടെ പോയി ഈശ്വര, ഒരു ഇലക്കാണെങ്കിൽ 10 രൂപയാണ്, ഇപ്പോൾ 19 പേർക്കുള്ള ഇലക്ക് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയണ്ട, ശ്രുതി നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാട്ടോ. പിന്നീട് വരുന്നത് ഒരു വലിയ വണ്ടിയായിട്ടാണ്, അതായത് വലിയൊരു ബിഗ് ഷോപ്പർ പോലത്തെ ഒരു വണ്ടിയായിട്ട്, അതായത് ഓട്ടോയുടെ വലിയൊരു സൈസില്ലേ ആ വണ്ടിയായിട്ടാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം എന്താണ് നമ്മുടെ ശ്രുതിയെടുത്ത് പറയേണ്ട, ശ്രുതി ഇതേ ഇലയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ്. 50 പേർക്കുള്ള ഇലക്ക് വേണ്ടിയിട്ട് അശ്വൻ കൊണ്ടുവന്നതൊക്കെ 500 പേർക്കുള്ള ഇലയാണ്. അയ്യോ എന്തിനാ ഇത്ര ഇലയൊക്കെ കൊണ്ടുവന്നത്, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് നീ വേഗം എല്ലാവർക്കും വിളമ്പാൻ നോക്കുക, എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യണത് കണ്ടില്ലേ എന്ന് പറയാണ്. ശേഷം അശ്വൻ പറഞ്ഞിട്ട് ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിനെ സഹായിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, ദേ നോക്കിക്കേ ഇവിടുത്തെ എന്താണ് പ്രമീളയും രാധയൊക്കെ വലിയ വലിയ ആൾക്കാരെയാ ഭക്ഷണം വിളമ്പാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്, കണ്ടില്ലേ വെയിറ്റർ നിൽക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനെ നോക്കിയിട്ടാണ് അവർ വെയിറ്റർ എന്ന് പറയണം കേട്ടോ. അശ്വിൻ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വന്നെ, അപ്പോഴേക്കും വെയിറ്റർ ഒരു ഗ്ലാസ് വെള്ളം എന്ന് ആ ചേച്ചി പറയുമ്പോഴേക്കും അശ്വിൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ അത് തിരുത്താൻ നിൽക്കുന്നില്ല കേട്ടോ. അശ്വിൻ ചിരിച്ചുകൊണ്ടാണ് വെള്ളം കൊടുക്കുന്നത്. ആ സമയത്ത് ശ്രുതി ആ ചേച്ചിയോട് പറഞ്ഞിട്ട്, ചേച്ചി നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, അത് വെയിറ്റർ ഒന്നല്ല, അത് കല്യാണച്ചക്കൻ്റെ ചേട്ടനാണ് അശ്വിൻ സായിറാം. അയ്യോ മോളെ സോറി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിന് ചിരി വരുവാണ്. ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയണവരെ അശ്വിൻ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഇലകളും എല്ലാം തന്നെ അശ്വിനും ശ്രുതിയുടെ കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് അടുത്ത സന്തോഷം തോന്നുവാണ്. ശ്രുതിയുടെ മുടി ഒന്ന് അറിയാണ്ട് മുഖത്തേക്ക് വീഴുവാട്ടോ. അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രുതി ഇങ്ങനെ കൈവച്ചിട്ട് ഇതാക്കുമ്പോൾ ശരിയാവുന്നില്ല. അശ്വിനാണ് ശ്രുതിയുടെ മുടിയൊക്കെ എന്നിട്ട് ശരിക്കും നേരൊക്കെ ഇട്ട് കൊടുക്കണത്. എന്നാൽ ശരി ശ്രുതി ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ സന്തോഷമാവാട്ടോ. അശ്വിനും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രണയം ഇങ്ങനെ പൂത്തുപോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതിനെക്കുറിച്ച് ആ മോശപ്പെട്ട കാര്യമായിട്ട് അശ്വിൻ വിചാരിക്കുന്നത്, ശ്യാമും ശ്രുതി തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന്. അതോടുകൂടി എല്ലാം തീരും. എന്തായാലും ഇവരുടെ കല്യാണത്തിന് ഇനി വെറും 8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വെറും ഈ ആഴ്ച മാത്രം കാത്തിരുന്നാൽ മതി. അടുത്ത ആഴ്ച അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹമാണ്. കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഞ്ജലിക്ക് എന്ത് പറ്റിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്തായാലും ശ്യാം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി നീ മുകളിലേക്ക് പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ, ഞാൻ എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ശ്യാം ഇങ്ങനെ കാത്തിരിക്കണത്. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ്. ഇതുവരെ ഫുൾ പ്രൊമോ വന്നിട്ടില്ല. പ്രൊമോയിൽ കാണിക്കണത് ഈ ഭാഗം തന്നെയായിരിക്കും. ഈ ശ്യാമിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗമായിരിക്കും കാണിക്കുന്നുണ്ടാവും. പിന്നെ അശ്വിൻ ശ്രുതിനെ സഹായിക്കാനായിട്ട് വന്ന ഭാഗം, ഇത് രണ്ടുമായിരിക്കും കാണിക്കുന്നുണ്ടാവുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.